സെൻട്രൽ സ്റ്റേഡിയത്തിൽ വച്ച് നടത്തിയ ചില പരിപാടികളെപ്പറ്റി, അവയുടെ ചെലവുകളെപ്പറ്റി മാത്രമാണ് ഞാൻ പറയുന്നത്. 6-7 പരിപാടികൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടത്തിയതിനെപ്പറ്റി, അതിന് മാത്രം എന്ത് ചെലവ് വന്നു. ഒന്നാമത്തെ ദിവസം ഉണ്ടായിരുന്നത് ശോഭനയുടെ നൃത്തം. 8 ലക്ഷം രൂപയാണ് ആ നൃത്തത്തിന് വേണ്ടി മാത്രം. വേറെ പല വേദികളും ഉണ്ടായിരുന്നു, പക്ഷേ ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലെ വേദിയിലെ മാത്രം പരിപാടികളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ശോഭനയുടെ നൃത്തം 8 ലക്ഷം രൂപയാണ് അതിനു വേണ്ടി ചെലവഴിച്ചത്. നമ്മൾ ഓർക്കണം, 5 മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടാതെ പാവപ്പെട്ടവർ കഴിയുന്ന ഒരു നാട്. അങ്ങനെയുള്ള നാട്ടിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ്, ഞാനാണ് നിങ്ങളുടെ 1000 രൂപ അല്ലെങ്കിൽ 500 രൂപ 1600 ആക്കി തന്നത് എന്ന് വീമ്പടിക്കുന്ന ഒരു ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റാണ് ഇങ്ങനെ ഒരു നൃത്തത്തിന് വേണ്ടി 8 ലക്ഷം രൂപ, നൃത്തത്തിന് വേണ്ടി 8 ലക്ഷം രൂപ അങ്ങ് പറന്നു വന്ന് നടത്തുകയല്ലോ. അതിനെ ചുറ്റിപ്പറ്റി മറ്റെന്തെല്ലാം ചെലവുകളുണ്ട്. നർത്തകിക്ക് കൊടുത്ത ഫീ മാത്രമല്ലല്ലോ അതിൽ വരുന്നത്, വേറെയും അതുപോലെ ഒരുപാട് ചെലവുകളുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ദിവസം അങ്ങനെ പോയി. രണ്ടാമത്തെ ദിവസം മുകേഷ് MLA ഒപ്പം അദ്ദേഹത്തോടൊപ്പം തന്നെ GS പ്രദീപ്, ഇവർ രണ്ടും കൂടി നടത്തിയ ഒരു സ്പെഷ്യൽ ഷോ 8,30,000 രൂപയാണ് അതിനു വേണ്ടി ചെലവഴിച്ചത്. ഇനി മൂന്നാമത്തെ ദിവസം മുരുകൻ കാട്ടാക്കട, അദ്ദേഹം ഒരു നല്ല കവിയാണ്. അദ്ദേഹവും ചേർന്ന് കവിതകൾ കോർത്തിണക്കി നടത്തിയ ഒരു ഷോ. ആ ഷോയ്ക്ക് ചെലവഴിച്ചത് 4,05,000 രൂപയാണ്. ഇനി അഞ്ചാമത്തെ ദിവസം KS ചിത്രയുടെ ഗാനമേള 2,05,000 രൂപയാണ് അതിനു വേണ്ടി ചെലവഴിച്ചത്. അടുത്തത് കലാമണ്ഡലം കലാകാരന്മാരുടെ ഫ്യൂഷൻ ഷോ ആയിരുന്നു. അതിനു വേണ്ടി ചെലവഴിച്ചത് 3,80,000 രൂപയാണ്. അടുത്തത് സ്റ്റീഫൻ ദേവസിയും മട്ടന്നൂർ ശങ്കരൻകുട്ടിയും ചേർന്നൊരുക്കിയ ഒരു പരിപാടിയായിരുന്നു. അത് 1,19,000 രൂപയിൽ കലാശിച്ചു. ഇനിയും അവസാനത്തെ 7-ാം ദിവസം ഒടുവിൽ M ജയചന്ദ്രൻ്റെ നേതൃത്വത്തിൽ ജയം ഷോ 9,90,000 രൂപയായിരുന്നു അതിന് ചെലവ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ 7 ദിവസവും അരങ്ങേറിയ പ്രധാനപ്പെട്ട ഷോകൾക്ക് വേണ്ടി ചെലവഴിച്ച തുക മാത്രമാണ്. അതോടൊപ്പം തന്നെ മറ്റു പല പരിപാടികളും അവിടെ തന്നെ നടന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഇതിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി വന്ന മെഗാ സ്റ്റാർസ്, അതായത് വളരെ പ്രധാനപ്പെട്ട ക്ഷണിക്കപ്പെട്ട അതിഥികൾ, അത് ഫിലിം സ്റ്റാർസ് ആകാം, അതുമല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കളാകാം, അതുമല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരാകാം, അവർക്കൊക്കെ വേണ്ടി ചെലവഴിച്ച, ഇപ്പോൾ ഈവൻ കേരളത്തിൽ നിന്ന് തന്നെ വന്ന ഫിലിം സ്റ്റാർസ് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വന്നവർക്ക് വേണ്ടി തന്നെ അതായത് അവരുടെ ഫ്ലൈയിങ്ങിന്, അവർ പറന്നെത്തുന്നതിന് വേണ്ടി 10 ലക്ഷം വരെ ഓരോരുത്തർക്ക് കൊടുത്തതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിദേശത്ത് നിന്നും സ്വദേശത്ത് നിന്നും ഓടിയെത്തിയ കാണികൾക്കായിട്ട് ഇങ്ങനെ ഇത്രയധികം ചെലവഴിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലോക ഗാലറിയിൽ കേരളത്തെ സ്ഥാപിക്കുക, കേരളത്തിൻ്റെ മഹത്വം സ്ഥാപിക്കുക, അങ്ങനെ കേരളത്തിലേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കുക. ആ സാഹചര്യത്തിലാണ് ഞാൻ പറഞ്ഞത്, ഇത്തരം മഹത്വം കണ്ടു കഴിഞ്ഞാൽ ടൂറിസ്റ്റുകളല്ല വരിക, ഗവേഷകരാണ് ഇത് കണ്ടുപഠിക്കാൻ, ഇത് പകർത്താൻ എന്ന് ഞാൻ പറഞ്ഞത് ആ സാഹചര്യത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ഈ 7 ദിവസം കൊണ്ട് സെൻട്രൽ സ്റ്റേഡിയത്തിൽ മാത്രം സെൻട്രൽ പ്രോഗ്രാമിന് ചെലവഴിച്ച ഫണ്ടിനെ പറ്റിയാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. അപ്പോൾ എൻ്റെ പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, വിവിധ സ്റ്റേജുകൾ, അതായത് തിരുവനന്തപുരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സ്റ്റേജുകളിൽ വിവിധ പ്രോഗ്രാമുകൾ ഒരേ സമയത്ത് നടന്നിരുന്നു. ആ പ്രോഗ്രാമുകൾക്കൊക്കെ വേണ്ടി ചെലവഴിച്ചത് എത്ര കോടിയായിരിക്കുമെന്ന് നമുക്ക് ഏകദേശം ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നടത്തിയ ആ ഗവൺമെൻറ് ഖജനാവ് മുടിച്ചിട്ട് അത് കടം എന്ന് അതായത് ഞങ്ങൾ കടത്തിലാണ്, കടക്കെണിയിലേക്ക് പോവുകയാണ് എന്ന അവസ്ഥയിലെത്തിയിട്ടും പറയുകയാണ്, ഞങ്ങളെ കടക്കെണിയിലേക്ക് തള്ളിവിടുന്നത് കേന്ദ്ര സർക്കാരാണ് എന്ന് പറഞ്ഞ് കേന്ദ്രത്തിനെ പഴിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഈ മാമാങ്കമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് ആലോചിക്കണം, ഈ വർഷത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഇത് കഴിഞ്ഞാണ്, കേരളീയം കഴിഞ്ഞാണ് ഇവിടെ നവകേരള സദസ്സ് വന്നത്. നവകേരള സദസ്സ് വന്നപ്പോൾ നമുക്കറിയാം, ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും കൃത്യമായിട്ട് ഇത്ര എമൗണ്ട്
നവകേരള സദസ്സിനായി ചെലവഴിക്കണം എന്ന് പറഞ്ഞ് ഇൻഡാസ് കൊടുത്തിരുന്നു. അതുമാത്രവുമല്ല, തദ്ദേശത്തെ പ്രമുഖരെയാണല്ലോ, പൗരപ്രമുഖരെയാണല്ലോ ഈ LDFൻ്റെ ഗവൺമെൻറ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ അറിയാതെ പോലും ചിരിച്ചു പോകല്ലേ. കാരണം ഒരു മാർക്സിസ്റ്റ് ഗവൺമെൻറ്, ഫാഷിസത്തിനെതിരെ പ്രവർത്തിക്കുന്ന, സംസാരിക്കുന്ന ഒരു ഗവൺമെൻറ് പൗരപ്രമുഖരെ കാണുക. അങ്ങനെ നടക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇവിടെ LDF ഗവൺമെൻറ്റായിട്ട് മുദ്രകുത്തി ഉദയസൂര്യനായിട്ട് അവർ ഉയർത്തി കാണിക്കുന്ന മുഖ്യമന്ത്രിയും ഒക്കെ വരുന്നത്. അപ്പോൾ അവർ പൗരപ്രമുഖരോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ അതായത് എങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. ബ്രേക്ക്ഫാസ്റ്റൊക്കെ വലിയ മാനദണ്ഡങ്ങളാണ്. അതായത് പോഷകാഹാര ദാരിദ്ര്യമൊന്നും പൗരപ്രമുഖർക്കില്ലെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മുടെ സമൂഹത്തിലെ സാധാരണക്കാർക്ക് ധാരാളം പോഷകാഹാര ദാരിദ്ര്യമുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ 2030 അകം കൊണ്ട് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ ആവശ്യപ്പെടുന്നത് പോഷകാഹാര ദാരിദ്ര്യമില്ലാത്ത രാജ്യങ്ങൾ, ലോക ജനത മുഴുവനും പോഷകാഹാര ദാരിദ്ര്യമില്ലാത്ത ജനതയാകണം എന്നുള്ളതാണ്. ആൻഡ് ഇന്ത്യയിലെ കേസ് അറിയണോ? അതായത് ലോകത്തെ ആകെ പോഷക ദാരിദ്ര്യമുള്ള കുട്ടികളിൽ 53% ഇന്ത്യയിലാണെന്ന് ഓർക്കണം. 53%. നമ്മുടെ കേരളത്തിലും പോഷക ദാരിദ്ര്യം കുറഞ്ഞവർ ഒട്ടും കുറവല്ല. നിങ്ങൾ നമ്മുടെ മധുവിനെ പറ്റി ഓർമ്മിക്കുന്നുണ്ടോ? പാലക്കാട്ട് അടിച്ചും ഇടിച്ചും കൊന്ന പാവം മധു ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാഞ്ഞിട്ട് എവിടെ നിന്നോ എന്തോ മോഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അതായത് പട്ടിണി കിടക്കുന്നവൻ ചെയ്യുന്നത് മോഷണമാണോ? ആഹാരത്തിന് വേണ്ടി കണ്ടെടുക്കുന്നത്, എവിടെ നിന്നെങ്കിലും ആഹാരം കൂടുതൽ ഇരിക്കുന്നത് കണ്ടാൽ അതിൽ നിന്ന് അല്പം എടുത്ത് കഴിക്കുന്നതിന് മോഷണം എന്ന പേരിട്ട് നാം വിളിക്കാമോ? ഒരിക്കലും പാടില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് മധുമാർ ജീവിക്കുന്ന നാടാണ് കേരളം. അങ്ങനെയുള്ള കേരളത്തിലാണ് ഈ നവകേരള സദസ്സും കേരളീയവും ഒക്കെ നടത്തി സുഭിക്ഷമായിട്ട് ആഹാരം വെച്ചു വിളമ്പി ചെലവഴിച്ചത് എന്നോർക്കണം, വേസ്റ്റാക്കി കളഞ്ഞതും എന്നോർക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഈ കേരളീയം കൊണ്ട് എന്തുമാത്രം ചെലവഴിച്ചു എന്നുള്ളത് ആലോചിക്കണം. ആ കേരളീയത്തെപ്പറ്റി ആലോചിച്ച് അതിനുവേണ്ടി നടത്തിയ ദുർച്ചെലവുകൾ ഒരു കാരണവുമില്ലാതെ ഈ ലോകത്തിലുള്ളവരെല്ലാവരും വിഡ്ഢികളാണെന്ന് ഇവിടുത്തെ LDF ഗവൺമെൻറ് വിചാരിക്കുന്നു എന്നാണ് എൻ്റെ അത്ഭുതം. കാരണം ഈ മാമാങ്കങ്ങളൊക്കെ കാണിക്കുന്നു, ഗവൺമെൻറ് സ്പോൺസേഡായിട്ട് ഈ മാമാങ്കങ്ങളൊക്കെ നടത്തുന്നതാണോ വികസന പ്രക്രിയ അല്ലെങ്കിൽ വികസനം എന്ന് പറയുന്നത്? അല്ല, തീർച്ചയായിട്ടുമല്ല. അതിനൊക്കെ കൊടുക്കേണ്ട നിർവചനം എന്താണ് എന്ന് ഇവർ ഡിക്ഷണറികൾ നോക്കി കണ്ടുപിടിക്കട്ടെ. എന്നിട്ട് ഈ ആഗോള പോഷക ദാരിദ്ര്യം ഇല്ലാതാക്കേണ്ട കാലഘട്ടം വരികയാണ്. 2024 കേരളത്തിൽ തന്നെ പോഷക ദാരിദ്ര്യമുള്ള 23% കുട്ടികളുണ്ടെന്നാണ് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ 2019-20 പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്താണ് ഇത്തരം മാമാങ്കങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോഴും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാതിരിക്കുന്നു. അവിടെയാണ് അതിൻ്റെ പ്രസക്തി. പോഷക ദാരിദ്ര്യം ഇല്ലാതാക്കേണ്ട രാജ്യത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, ആ പെൻഷൻ കൊണ്ട് തന്നെ ജീവിക്കുന്ന കുടുംബങ്ങളെ, ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ പട്ടിണിയിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് 4-5 ഗഡു അവരുടെ പെൻഷൻ കൊടുക്കാതിരിക്കുന്ന സമയത്താണ് ഇതുപോലെയുള്ള മാമാങ്കങ്ങൾ നടത്തി ലോക ഗാലറിയിലേക്ക് കയറി പോകുന്ന അവസ്ഥ നാം കാണുന്നത്. നമുക്ക് എന്താണ് ഇവരോടൊക്കെ പറയാനുള്ളത്? ഇവർക്ക് ആരാണ് മാതൃക കാണിച്ചു കൊടുക്കേണ്ടത്? മാർക്സ് ഒരു കാരണവശാലും അംഗീകരിക്കുന്നതല്ല ഇവർ ഈ കാണിക്കുന്ന മാതൃക. മാർക്സ് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ടേയില്ല. മാർക്സിൻ്റെ ചിന്തയുടെ വിപരീത ദശയിലാണ് ഇവർ നിൽക്കുന്നതും വിപരീത ധ്രുവത്തിലേക്കാണ് ഇവർ സഞ്ചരിക്കുന്നതുമെന്ന് പറയാതെ ഒരു തരത്തിലും നമുക്ക് മുൻപോട്ട് പോകാൻ ഒക്കുകയില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ.